പോയാലും എന്തെങ്കിലും മനസാക്ഷിയുള്ളവരാണെങ്കിൽ തിരിച്ചു തരണമെന്ന് മാത്രമേ എനിക്ക്. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വണ്ടിയുടെ ആവശ്യത്തിനായിട്ടുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഇവർ എന്നെ ഫോളോ ചെയ്ത് പറഞ്ഞാൽ ഞാൻ കണ്ടായിരുന്നു. എന്നെ ഓവർടേക്ക് ചെയ്ത് പിന്നെ പോയി പ്ലാമുട്ടയുടെ ജംഗ്ഷനിൽ അവർ ചെന്ന് നിൽക്കുന്നതും കണ്ട് തിരിച്ച് എനിക്ക് ഇടത്തോട്ടാണ് പോവേണ്ടി വന്നത്. ഞാൻ സിഗ്നലിട്ട് ഇടത്തോട്ട് പോയി കടയുടെ ഫ്രണ്ടിൽ സിഗ്നലിട്ട് നിൽക്കുകയായിരുന്നു കടയിലോട്ട് പോകാൻ വേണ്ടി. അപ്പോഴത്തേക്ക് 2-3 വണ്ടികൾ പറഞ്ഞുകൊണ്ട് വണ്ടി പോയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്നു. അപ്പോഴത്തേക്ക് ഈ ബൈക്കും വരെയായിരുന്നു പിറകെ. ഞാൻ കണ്ടായിരുന്നു എൻ്റെ ബാക്കിൽ വന്ന് ഗ്ലാസ് ഇങ്ങനെ പൊക്കിയതിന് ശേഷം എൻ്റെ കഴുത്തിൽ പിടിച്ചു. ഉടനെ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങ് നിയന്ത്രണം വിട്ട് തറയിൽ വലത് സൈഡിലോട്ട് വീണ് ഉടനെ വണ്ടിയിൽ നിന്ന് ഇയാൾ ഇറങ്ങി എൻ്റെ കഴുത്തിൽ കിടന്ന മാലയെ വലിച്ച് പിടിച്ച് പിന്നെ അയാളെ പിടിച്ച് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ബലത്തിൽ നിൽക്കാൻ പറ്റിയില്ല. അവർ ഇതിനെ തള്ളി മാറ്റിയായിരുന്നു ചെയ്തത്. കണ്ട ഗ്ലാസ് വഴിയാണ് കണ്ടത് മുഖം, ബാക്കിലിരുന്ന ആളെ മുഖം. കണ്ണ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ സ്കെച്ച് ചെയ്ത് വെച്ച ഒരാൾ വരുന്നു അങ്ങനെ തോന്നുന്നു. അങ്ങനെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളവരായിരിക്കാം. ചില സമയം കുട്ടികൾ ഉണ്ടായിരിക്കും, ചിലപ്പം കാണൂല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും അവിടെ ഇരിക്കുന്നത്. ആ സമയത്തൊക്കെ വന്നിട്ടുള്ളവരാ നോക്കി പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അത് മാല നേരത്തെ പണയത്തിലായിരുന്നു അങ്ങനെ പറയുന്നതായിട്ട്. അങ്ങനെ എപ്പോഴാ ഇത് ചേച്ചി മാല ഇട്ടിട്ട് പുറമെ ഇറങ്ങിയത് എപ്പോൾ മുതലാ? ഇപ്പോൾ ഒരു 2-3 ആഴ്ച തന്നെ ആയിട്ടുള്ളൂ പണയത്തിൽ നിന്ന് എടുത്ത് കഴുത്തിലിട്ടിട്ട്. പോലീസിലേക്ക് പരാതി കൊടുത്തല്ലോ? കൊടുത്തു. അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയണു. പുരോഗതി ഉണ്ടെന്ന്. അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് തന്നത്. ജോലി ചെയ്ത് ഉണ്ടായിരുന്ന ഉരുപ്പടികളെല്ലാം കൊണ്ട് കൊടുത്തു പറക്കി പൊട്ടിയതും എല്ലാം കൂടെ കൊടുത്തു പറക്കിയാണ് എനിക്ക് വാങ്ങി തന്നത് മാല. ഒന്നെങ്കിലും കഴുത്തിൽ നന്നായിട്ട് കിടക്കട്ടെന്ന് പറഞ്ഞാണ് വാങ്ങി തന്നത്. ഒരു 1.5 വർഷം തന്നെ വരും വാങ്ങിയിട്ട്. ശേഷം ആവശ്യം വന്നപ്പോൾ പണയം വെച്ചായിരുന്നു. ഇപ്പോൾ എടുത്തായിരുന്നെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. CCTV നോക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ട ഡ്രസ്സ് ഒരു കരമനയിൽ പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേ ഡ്രസ്സിട്ട ആൾക്കാർ തന്നെയായിരുന്നു ഇവിടെ വന്നത്. എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് തന്നെയായിരുന്നു. വണ്ടി കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആ വ്യക്തി തന്നെയായിരുന്നു. ഫ്രണ്ടിലിരുന്ന ആളെ ബാഗ് പുറകെ ഉണ്ടായിരുന്നു. ബാക്കിലിരുന്ന ആളാണ് ഇറങ്ങി പൊട്ടിച്ചത്. പിന്നെ അവരുടെ ചെരുപ്പ് അവിടെ തന്നെ ഇട്ടിട്ട് പോയി. അതെ. ഇപ്പോ പിന്നെ പോലീസ് പറയുന്നത് ഇപ്പൊ പ്രതികളെ കിട്ടുന്നതിലപ്പുറമേ മാല കിട്ടുക എന്നതാണല്ലോ പ്രധാനം. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ഈ മാല കിട്ടണം എന്നുള്ള ആവശ്യമാണല്ലോ ഏറ്റവും ആവശ്യം. മാല കിട്ടണം എന്നുള്ളത്. പണയത്തിൽ നിന്ന് എടുത്ത അന്ന് മുതൽ കഴുത്തിൽ ഞാൻ ഇട്ടായിരുന്നു. ഒരു മാസത്തിനകത്ത് തന്നെ ആയിട്ടുള്ള എടുത്തിട്ട്. 1 മാസം ആവില്ല, അതിനകത്തേ ആയിട്ടുള്ള എടുത്തിട്ട്. കഴുത്ത് എന്നും കഴുത്തിൽ എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെയൊന്നും വേറെ പുറത്തുനിന്ന് അങ്ങനെ ആരും കേട്ടിട്ടില്ല.
ബുദ്ധിമുട്ടിലാണ് ആകെ മൊത്തത്തിൽ, അങ്ങനെയല്ല ഒരു സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ബുദ്ധിമുട്ട്, നല്ല ബുദ്ധിമുട്ടിയാണ് ആ മാല വാങ്ങിയിട്ടത്. ഇപ്പോൾ പോലീസിന്റെ ഇത് വരികയാണല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും CCTV ഉണ്ടെന്ന് പറഞ്ഞ് പോലീസ് മൊഴി എടുക്കുകയൊക്കെ ചെയ്തു കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തു, എല്ലാം പറഞ്ഞിട്ട്. അവരുടെ ഇപ്പൊ ചേച്ചി തള്ളിയിട്ട് ആ CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് എല്ലാരും ഇതിന് ഇത്രയും സീരിയസ് ആയി കാണുന്നത് പോലും. അതെ. അപ്പൊ ചേച്ചി അതായത് ചേച്ചിയെ തള്ളിയിട്ടതാണ് അവര്. ഞാൻ പെട്ടെന്ന് വണ്ടി എൻ്റെ കഴുത്തിൽ പിടിച്ചു. ഞാൻ ഉടനെ കയ്യെന്തോ ഇടയുടെ മാറ്റിയിട്ടത്തേക്ക് എൻ്റെ കൈ മാറ്റിയപ്പോൾ എൻ്റെ വണ്ടി കയ്യിൽ നിന്ന് ബാലൻസ് വീണ് വണ്ടി വീണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെയാണ് ഇയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നെ ഉന്തി കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്തത്. അപ്പോഴത്തേക്ക് ഞങ്ങളെ പിടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഏതെങ്കിലും ഒരാൾ അതുവഴി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ പിടിക്കാൻ സാധിക്കുമായിരുന്നു. മോഷണം പോയതിനു ശേഷം എന്തിനാണ് മാലയിട്ട് ഇത്രയുള്ള മാലയിട്ടുന്നത് അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് പറയുമോ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അതിനു മുന്നേയും ഈ മാല തന്നെയല്ലേ ഇടാറുണ്ട്? മാല തന്നെയാണ് ഇടാറുള്ളത്. നേരത്തെ അതായത് 1.5 വർഷം. അപ്പോൾ അതൊക്കെ കൊടുത്ത് അത് പൊട്ടിപ്പോയായിരുന്നു. പൊട്ടിയപ്പോൾ ഞാൻ അത് കൊടുത്തിട്ട് വേറൊരു മാല വാങ്ങിച്ചായിരുന്നു. അതും എൻ്റെ വീട്ടിലൊരു ഇതിൽ കൊടുത്തി അത് പൊട്ടിപ്പോയി. പിന്നെയാണ് കൊടുത്തിട്ട് അതും എല്ലാം കൊടുത്തിട്ടാണ് മാറ്റി നല്ലതായിട്ട് കിടക്കട്ടെന്ന് പറഞ്ഞ് കട്ടിയായിട്ട് വണ്ണം കുറച്ചിട്ടാണ് ചെയ്ത് വാങ്ങിയതും കൂടെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പണയം വെച്ചായിരുന്നു. കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ എടുത്തതും, പണയത്തിൽ നിന്ന് എടുത്തതും കഷ്ടപ്പെട്ടാണ് എടുത്തത്. കിട്ടണമെന്ന് ആരെടുത്തിട്ട് പോയാലും എന്തെങ്കിലും മനസാക്ഷിയുള്ളവരാണെങ്കിൽ തിരിച്ചു തരണമെന്ന് മാത്രം എനിക്ക്. മാലയുടെ ചുട്ടിയിൽ പേരുണ്ട്, സുരേഷ് എന്ന് പേരുണ്ട്. ബാക്കിൽ കല്യാണ ഡേറ്റും തീയതി എഴുതിയിട്ടുമുണ്ട്. മാലയുടെ ഫോട്ടോ കയ്യിലുണ്ട്. സുരേഷ് എന്ന് പേരുണ്ട്. താലിച്ചുട്ടിയുടെ പിറകെയായിട്ട് കല്യാണ ഡേറ്റും 10/9/2012 എന്ന് ഡേറ്റും എഴുതിയിട്ടുണ്ട്.